ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ കളിക്കാൻ പോകുന്നത് റോബ്ലോക്സിലെ മിസ്റ്റർ ഫണ്ണീസ് ടോയ് ഷോപ്പ് എന്നുള്ള ഗെയിമാണ്. അപ്പോൾ നമുക്ക് കളിക്കാൻ തുടങ്ങാം. എന്താ ഗേറ്റ് എന്തത് ഇങ്ങനെ? ഇതാണ് മിസ്റ്റർ ഫണ്ണി. ഓ യാ ബ്രോ, ഹലോ. തൊടാൻ പറ്റില്ലേ? ടോർച്ച് 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 ടോർച്ച്. ആരാ? ഹലോ, ആരപ്പത്? ചത്താണ്. ബാർക്കർ 73505. ഇവിടെ പവറാക്കണം പറഞ്ഞല്ലേ? അതിൻ്റെ കണ്ണെന്ന് ഇങ്ങനെ എൻ്റെ കണ്ണങ്ങനെ അല്ലല്ലേ. ഞാൻ ഇവിടുത്തെ ഒരു ഓഫീസ് സ്റ്റാഫ് ആണല്ലേ. ഓക്കെ. ഹലോ ഹലോ ബ്രോക്കറിയാം, ഞാൻ യൂട്യൂബറാണ്. ഹലോ ബ്രോ, ഗെയിം കോസ്റ്റ് 313 ഇട്ടാ അടിച്ചു നോക്കുക, എന്നെ കാണാം. എന്താ മിസൈലൊക്കെ ആൾക്കാ മിസൈലാട്ടാ. വേഗം ഓടാ, അല്ലെങ്കിൽ നമ്മളെ മിസൈൽ തോല്ലോ. ഇവിടെ എന്ത് ചെയ്യണ്ട്? ഇങ്ങനെ പോണോ? എങ്ങനെയാണോ മിസ്റ്റർ പണി ചാടി കിടക്കണം? ഇത് എന്ത്? ഇത് നമ്മൾ കുറേ കണ്ടതാ. ഇതൊക്കെ എന്ത്? ഇത് കുറേ ഞാൻ കണ്ടതാ. ലെവർ ഓക്കെ. 4. ഇതൊക്കെ എന്ത്? അങ്ങോട്ട് തന്നെ പോയത്. ടൈമിംഗ് ഒക്കെ ഉണ്ടെങ്കിലേ കറക്റ്റ് ടൈമിങ്ങിൽ കൊണ്ട് സാധനം ലേറ്റല്ലേ. ലെറ്റ്സ് ഗോ ദ ഫണ്ണി ഗെയിം. എന്തത്? ഇവിടെ നമ്മൾ ഓടണോ? ഈ വഴി അയ്യേ, ഇതിലൊന്നുമില്ല. അങ്ങനെ ജസ്റ്റ് ഓടിയാൽ മതിയാ? അങ്ങനെ ഓടുക, അങ്ങനെ ഓടുക. ഇതിപ്പം പോയ വഴി ജസ്റ്റ് ബാക്കി ഫണ്ണിണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല ബ്രോ. ഇപ്പം ചത്തിയിരുന്നു, ഭാഗ്യത്തിന് രക്ഷപ്പെട്ട്. ബാക്കി ഫണ്ണി ഉണ്ട്. ഞാൻ ജസ്റ്റ് മേസ് പോലെ അങ്ങനെ ഓട്. ഇവിടെ ഒരു ഹോൾഡല്ലേ. അതൊക്കെ എന്ത്? അങ്ങനെ പാടില്ല. ഇതാരാ? ഹലോ അന്നൂലെ സിഗ്മ. അങ്ങനെ പാടില്ല. ഇതും എത്ര കണ്ടതാ. അടുത്ത കണ്ട. ഹായ് ബ്രോ, ഐ എം എ യൂട്യൂബർ. എന്നെ വേണമെങ്കിൽ നോക്കിക്കോ. ഗെയിം കോസ്റ്റ് 313 ഇട്ടാ അടിച്ചു ചോദിക്കാം. റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് എന്നത് പറ്റില്ല. സ്കിഡ് ഗെയിം കോപ്പി അടിച്ചിരുന്നു. റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് റെഡ് ലൈറ്റ് green light red light green light. വൗ, ആരപ്പത്? ഇതിന് മേത്ത് കയറിയല്ലോ. എന്തൊക്കെ കേറാറ്റില്ല. ഹൈറ്റ് കൂടുതലുണ്ട്, കുറച്ച് ഓവർ. പറ്റും അതോ കയറിച്ചിറങ്ങി. ഓക്കെ ഗൈസ്, നമ്മൾ തലയുടെ ഉള്ളിലാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ. ഓക്കെ ഗൈസ്, ഹായ് ബ്രോ, വെൽക്കം ബാക്ക്. നമുക്കൊരു ഇമോട്ട് ഇട്ടെടുക്കാം.
അല്ല ഫ്രണ്ടിൽ പോയാൽ പിന്നെ അങ്ങോട്ടും ആ ലേസർ പിന്നെ പിന്നാലെ പോവാ. വേറെ സ്ഥലത്തേക്ക് എന്തിനാ പോയി? ഒന്നും വേണ്ട, ലൈറ്റ് എടുക്ക്. അവനെ ഫോളോ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ റൂട്ട് പോവാ. ടാറ്റ ബ്രോ. നമ്മൾ പെട്ടെന്ന് ഇത് ജയിക്കുന്നുണ്ടല്ലോ. അധികം പേടിക്കാനൊന്നുമില്ല. ഫസ്റ്റൊക്കെ നോക്കി ഫസ്റ്റൊക്കെ കുറച്ച് പേടിച്ചു. കാരണം പെട്ടെന്ന് ഞങ്ങൾ അടുത്ത ഗെയിം സ്റ്റാർട്ടായ എന്ത് ഗെയിമാ മനസ്സിലായി ഗൈസ്. ഒറ്റ സെക്കൻഡിൽ നമുക്ക് മനസ്സിലാക്കുന്നു. ഇതിന് നമ്മൾ വേക്കിംഗ് റോബോട്ട് ആ കണ്ടില്ലേ, അത് നമ്മളെ പിടിക്കാൻ പറ്റില്ല. നമ്മൾ സർവൈവ് ചെയ്യണം. ഓടിച്ചിക്കുക. ഒരു ഐഡിയ ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഇവിടെ വെക്കാം. ഇതിൻ്റെ ഏറ്റവും മുകളിൽ കയറിയാലോ? ഇവിടെ വെക്കാം. അപ്പോൾ നമുക്ക് എല്ലാം കാണാം. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമുക്ക് ഓടാം. ഇങ്ങോട്ടാ വരുന്നത് ആദ്യം. അപ്പോൾ ഉണ്ടാകും ഇങ്ങോട്ടാ വരുന്നേ. നമുക്കൊരു കാര്യം ചെയ്യാം. ഞങ്ങൾ അതിനെക്കാട്ടും വലിയ ജീനിയസാണ്. അതാ ഫസ്റ്റ് എങ്ങോട്ട് വരും. അപ്പം ഇവിടെ വിളിച്ചിക്കണം. ഹായ് ബ്രോ വെൽക്കം ബാക്ക്. ഇതല്ലേ ഹായ് ബ്രോ വെൽക്കം ബാക്ക്. ഇതെന്താ പാർട്ടിയാ? ഓഫാക്കി. ഓക്കെ ഗെയിം സ്റ്റാർട്ടാക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് ടോർച്ചൊക്കെ ഓണാക്കി വെക്കാം. ചിലപ്പോൾ ആവശ്യം വന്നാൽ നമുക്ക് പുറത്ത് വിളിക്കുക. നമ്മൾ നേരത്തെ ഉണ്ടല്ലോ ഇങ്ങനെ ഇത് റോബോട്ട് പോയിരുന്നു. ഇപ്പം എൻ്റെ പിന്നാലെ ഉണ്ട് ബുദ്ധിമാൻ. അത് ഞാനാണ് ബുദ്ധിമാൻ പറയാൻ പറ്റില്ല. നമുക്ക് ഇവിടെ വിളിച്ചിരിക്കുക. അവനെ അങ്ങോട്ട് പോണ സമയത്ത് നമ്മൾ ഇങ്ങോട്ട് ഓടും. അല്ല അങ്ങോട്ട് പോണ സമയത്ത് നമ്മൾ ഇവിടെ വിളിച്ചിരിക്കും. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ റൗണ്ട് അടിച്ച് ഓടുക. അത്രേ ഉള്ളൂ. ഇങ്ങോട്ട് അത് വിരിഞ്ഞ് കൊണ്ടാണ് മറ്റവൻ ചെയ്യുന്ന ജീനിയസ് ബേസ്. നമ്മൾ പാവം. ഇങ്ങോട്ട് എന്തിനാ വരുന്നേ? ഇത് നമുക്ക് വേണ്ട. അത് എന്തായാലും 16 സെക്കൻഡ് നമ്മൾ സർവൈവ് ചെയ്തിട്ട് ഇതൊക്കെ കളയാം. നമുക്ക് കിടന്ന് ഓടാം. വേറെ ഒരു വഴിയില്ല ഗൈസ്. അവിടെ വരുന്നുണ്ട്. ഗൈസ് സർവൈവ് ചെയ്തു. ഓ അങ്ങനെ എന്നിട്ട് ചെയ്യേണ്ടത്. നേരത്തെ ഇത് നമ്മൾ ഫോട്ടോ തെറ്റായിരുന്നു. ഫസ്റ്റ് ഇവിടെ നിന്നിട്ടാണ്ട് ഓടിയായിരുന്നു. മാണ്ടാത്തരം ചെയ്തു. ഇപ്പോൾ വരട്ടെ ഗൈസ്. ഇതൊന്നും ഒഴിവാക്കിയിട്ട് ബ്രോ ഇതെന്തത്? ഓ ശ്രീയുടെ എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു അവസ്ഥ നോക്ക്. ബോൾ പോലെ കിടന്ന് കറങ്ങുക. ബ്രോ വേറെ എന്ത് ചെയ്യണ്ടേ നമുക്ക്? ഓ ഇതൊരു മിനി ഗെയിമാണോ? നമുക്ക് അവനെ തന്നെ ഞാൻ പേടിച്ചു. ഞാൻ പെട്ടെന്ന് മിസ്റ്റർ ഫണ്ണിനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഞെട്ടിപ്പോയി. പേടിച്ചതല്ല, പേടി പറഞ്ഞൊരു സാധനമല്ല. പിന്നെ ഇന്നലെ നമ്മൾ കളിച്ചത് പിന്നെ കുറച്ച് നമ്മൾ കളിച്ച ഗ്രാനി ഒക്കെ പേടി ഉള്ളതല്ല. പേടിച്ചതല്ല. മറ്റേ ഏഞ്ചലീനെ ജസ്റ്റ് എൻ്റെ ഒരു അഭിനയമായിരുന്നു. പേടി പറഞ്ഞൊരു സാധനമല്ല. ഞങ്ങൾക്കറിയണമല്ലേ. നമ്മൾ പുതിയ വഴിയുണ്ട് ഒരു ചേസ്. അങ്ങനെയൊന്നും പോയിട്ടില്ലല്ലോ. ഇവിടെ ലേഡറുണ്ട്. അപ്പം അങ്ങനെ ഇതെന്തത്? ഇത്രയുള്ളൂ. കഴിഞ്ഞാ എസ്കിപ്പ് ചെയ്ത്. ലെറ്റ്സ് ഗോ എസ്കിപ്പ്. എസ്കിറ്റ് ഇപ്പോൾ ചത്തിരുന്നു. എവിടെ പോകണം? നിൽക്കണേ എങ്ങനെ പോണ്ട? മെല്ലെ എടുക്കാം. പിടിച്ചിരുന്നു. മെല്ലടിക്കില്ല. അപ്പോൾ പോയിരുന്നു. മെല്ലെ എടുത്തോ. ഓ മൈ ഗോഡ് ഹാർഡസ്റ്റ്. അപ്പോൾ പോണൊക്കെ എന്തൊരു
എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ. നമ്മൾ എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറാണ്. പക്ഷേ ആ എക്സ്പീരിയൻസ് ഇപ്പോൾ കാണിച്ചാൽ നമ്മളുള്ള എല്ലാ എക്സ്പീരിയൻസും പോകും. അത് നമ്മളിപ്പോൾ ആ എക്സ്പീരിയൻസ് കാണിക്കുന്നില്ല. വൗ, നല്ല ലോങ്ങാണുള്ളത്. ഇപ്പോൾ ചത്തിരുന്ന് ഗൈസ്. നമ്മളിപ്പോൾ ചത്തിരുന്ന്. നമ്മൾ പക്ഷെ ചാവില്ല. നമ്മൾ വിട്ടുകൊടുക്കില്ല ഗൈസ്, വിട്ടുകൊടുക്കില്ല. അയ്യോ അപ്പോ പക്ഷേ തോക്കിക്കോലെ. വാ, ചാവല്ലേ. അയ്യോ ചത്ത് ഇല്ല ചാവല്ലേ. ചത്തില്ല. ഞാൻ അങ്ങോട്ട് പോണോ മിസ്റ്റർ ഫണ്ണി? എന്തൊരു ഫണ്ണിയാണ് നിങ്ങളുടേത്. എന്തായാലോ എനിക്കിത് ഭ്രാന്ത് പിടിക്കുന്നു. എത്തിയിട്ട സ്ഥലത്തി ഇറങ്ങിക്കോ ഷോപ്പെത്തി. ഇനി കയറിപ്പോകാം. ഇതെന്തത് ഫൺ. ഗെയിം 4 അല്ലേ? ഞാൻ വിചാരിച്ച ഗെയിം എൻ്റെ ഇതിന്ന്. ലെറ്റ്സ് ഗോ. എന്തത് റണ്ണോ? ആടത് മോറിയോളോ ഇതുപോലെ ഉണ്ട്. ഫണ്ണി വരുന്നു പിന്നാലെ. ഫണ്ണി എന്നെ പിടിക്കല്ലേ, ഞാനൊരു പാവമാണ്. അയ്യോ ഇടക്ക് അങ്ങനത്തെ സാധനങ്ങളും വരില്ലേ. നമുക്ക് പേടില്ല. ഫണ്ണിനെ നമ്മൾ പൊട്ടിത്തെറിപ്പിക്കും. ഒന്നും കൂടി നോക്കാം. ഫണ്ണി ഗെയിം 4. ഇപ്പം എല്ലാ കളിയും മനസ്സിലായി ഗൈസ്. ഇതിൽ നമ്മൾ ജയിച്ചിരിക്കും. 1 2 3 ബൂം. ഇതൊക്കെ എന്ത്? ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവരാണ് ഈ ഗെയിം ഗോസ്റ്റ്. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് റോബ്ലോക്സിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ കമൻറ്റിലൂടെ പറയുക. അതേപോലെ തന്നെ ഇങ്ങനത്തെ ഇനി വേണ്ട എന്നുണ്ടെങ്കിലും കമൻറ്റ് പറയുക. രണ്ടും കമൻറ്റ് പറയുക. അത്രേ ഉള്ളൂ. നമുക്ക് അതിനെക്കുറിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വെറുതെ പറഞ്ഞു. ഇതെന്ത് ഇങ്ങനത്തെ ഒരു ഗെയിമുണ്ടോ? ഇങ്ങനെ ഉണ്ട് ഗെയിം. അത് ടോർച്ചൊക്കെ തന്നിട്ടോ. ഫണ്ണിയുടെ കണ്ണ കടിച്ചു പോട്ടെ. ഇതിൽ ഞാൻ ചെയ്താൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഗൈസ്, നമുക്ക് 1000 എങ്ങനെയെങ്കിലും ഒന്ന് ഹിറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേണ്ടി നല്ല വെറൈറ്റി ഗെയിംസ് ഇനിയും കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. ചെയ്തിരുന്നു കൊണ്ടുവരും. എന്നാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 1000 ഹിറ്റ് ചെയ്യണം. പിന്നെ ലൈക്കും ചെയ്യല്ലായിരുന്നു. ലൈക്കും ഷെയറും എല്ലാം ചെയ്തോ. അല്ലാ, ഇത് നല്ല ഹാർഡാണ്. നമ്മൾ നിൽക്കരുത്, അത്രേ ഉള്ളൂ. ഇത് ജയിച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ചെയ്ത് സബ്സ്ക്രൈബ് മര്യാദക്ക് ചെയ്തോളേ. ചെയ്തില്ലേക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നാലും ചെയ്യുക. നമുക്ക് ഇങ്ങോട്ട് വെറുതെ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ഇവിടെ നേരെ കാണിച്ചിട്ട് അവിടെ വഴി കൊടുത്തേക്കേ ബ്രോ. ഇവിടെ അല്ലട്ടോ വഴി, മുകളിലേക്ക് വരാൻ. അവിടെ കിളി പോയ പോലെ കണ്ട് ഇങ്ങോട്ട് വായോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോകണ്ടേ? അയ്യോ ബ്രോ, നമ്മളിപ്പോൾ എന്തിനാ ഈ ഫാക്ടറിക്ക് വന്നിങ്ങനെ? സത്യം പറഞ്ഞാൽ ഒരു ഐഡിയയും കിട്ടില്ലേ. നമ്മൾ ഈ ഫാക്ടറിക്ക് ഒരു കാര്യമില്ലാണ്ട് ഞാൻ വന്നിങ്ങനെ. അതുകൊണ്ട് സെക്യൂരിറ്റി ആണെന്നാണ് എൻ്റെ ഒരു ഊഹം. വീണ്ടും കയറിപ്പോണുണ്ട്. നമ്മളിപ്പോൾ സെക്യൂരിറ്റി ആണെങ്കിൽ പിന്നെ ഉള്ളിലേക്ക് എന്തിനാ? ഹായ് ബ്രോ, പിന്നെ കാത്തൊക്കെ ആയിരുന്നു. വാവ്, ഈ ബ്രോ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം എങ്ങനെ കാണുക? ഇപ്പോൾ എൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇനി വരുമ്പോൾ കാണുകയാണെങ്കിൽ താങ്കൾ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. സബ്സ്ക്രൈബേ ഉള്ളൂ. സബ്സ്ക്രൈബ് കിട്ടിയാൽ മതി ഇതൊക്കെ എല്ലാവരും. ആ ബ്രോ പറ്റേ, പിന്നെ എത്ര നേരം കാത്തുന്നല്ലേ? ആയോ വേം വായത്.
കമോൺ ബ്രോ. അവിടെ നിങ്ങൾ അടിക്കോ? ആ പോരെ, ലെറ്റ്സ് ഗോ. ഫണ്ണി ചത്തെങ്കിൽ എന്താ ഇത്? ഫണ്ണി ചത്തില്ലോ, പിന്നെ എങ്ങനെ ഫണ്ണി അവിടെ വന്നു? ഓ മനസ്സിലായി, നമ്മൾ ഈ ഫണ്ണികളെ തൊടരുത്, ഫണ്ണിയാവും. ഹായ് ബ്രോ, തോറ്റല്ലേ? ഗുഡ് ലക്ക്. ചാടിപ്പോയാൽ തോക്കുന്നു, മൂപ്പരാൾക്ക് അറിയണതല്ലേ. എന്തത് എൻ്റെ കൈ നിൽക്കണ? ഞാൻ ചോദിച്ച ഒരാളോട് നിൽക്കുകയെന്ന്. ബ്രോ വേവാ, ഐ എം വെയിറ്റിംഗ് വിത്ത് പ്ലഷർ. ചാടരുത്. എന്തത് പോയാലോ? ആ വേവാ, വാ. ഇതും കൂടി ഞാൻ കാത്തുക്കും, ക്ഷമിക്കും. ഇതിൽ വന്നില്ലെങ്കിൽ ഞാൻ പോവും. GTA 5 ലീഫ് ഹേബേഴ്സ്, നല്ല പേര്. ആ വാ പോവാ. ഒരാളൊന്നും വരില്ല. 5ാമത്തെ ഗെയിമാ. ആ ടോയ് ഫാക്ടറി അല്ലേ? 5 അതിനും കൂടുതൽ ഗെയിംസ് ഉണ്ടാവും. ഇതെങ്ങനെ ഞാൻ അങ്ങോട്ട് പോവാ? ഞാൻ അത്ര പണി കിട്ടി. ഈ ഗെയിം കഴിയണം. അതാണ് പോവുക, ആ റെഡ് കത്തുന്നതാണ് പോവുക. അത് മനസ്സിലായി. നമ്മുടെ കണ്ണ് 360 ഡിഗ്രി കറങ്ങേണ്ടി വരും. എല്ലാ ഭാഗത്തും പോകുന്നുണ്ട്. നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ പോകുന്നുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. അത് പോയില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇപ്പം പോയിരുന്നു ഞാൻ. എങ്ങോട്ടോ പോവുക? ആ ജയിച്ചിട്ടാ. ഓ യാ ബ്രോ, ജയിച്ച് ബ്രോ. ആ വന്നല്ലേ GTA വന്ന് ഗൈസ്. ആ ഞാനുണ്ട്. പോവല്ലേ? വണ്ടി കിട്ടോ? ഞാൻ ഇവിടെ ഇരുന്നിട്ടാ. ഞാൻ വണ്ടി കിട്ടോ? നമുക്കിവിടുന്ന് രക്ഷപ്പെടാവാ. വീട്ടിൽ നിന്ന് ഡ്രൈവിങ് എന്തായാലും ഇടിച്ചിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാ. എന്തൊക്കെ ആരാണ്ട ലൈസൻസ് ഒന്നും എനിക്ക്? ഞാൻ വണ്ടി ഓടിച്ചോണ്ട് ട്രെയിനിങ് ഓടിക്കാനൊന്നും അറിയില്ല, എന്നാലും നമുക്ക് ഓടിച്ചോക്കാം. ഫുൾ സ്പീഡ്. പറ്റും. ആ ഗൈസ്, സേഫ് ലാൻഡിങ് ചെയ്തേക്കുന്നു നമ്മൾ. വാവ്, പെർഫെക്റ്റ് ഡ്രൈവർ. എന്താ മറ്റവനാക്കിയപ്പോൾ നമ്മൾ ചത്ത്. പക്ഷെ നമ്മളാകുമ്പോൾ നമ്മൾ ജയിക്കും. ഇതെന്തത്? മിസൈൽ ഇട്ടില്ല, പിന്നെ എങ്ങനെ ഫൈറ്റ് ചെയ്യുക ബ്രോ? മിസൈൽ വേണം. ഇവിടെ എന്താ ചെയ്യണ്ടേ? വന്നടാ. അങ്ങോട്ട് തിരിയണം. ഒന്നുകൊണ്ട് ഗൈസ്, ഒന്ന് കണ്ട് ഗൈസ്. അവിടെ പിന്നാലെ ഉണ്ട്.
ഓരോന്ന് കൊണ്ടോണ്ടിരിക്കുന്നുണ്ട് ഗൈസ്, ഓരോന്ന് കൊള്ളുന്നുണ്ട്, ഓരോന്നേ കൊള്ളുന്നുള്ളൂ. നല്ല ഹാർഡാണിട്ടത്. ഇതൊക്കെ അത്ര ഹാർഡൊന്നുമില്ല. എന്താ ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് ആകെ ഹാർഡാക്കണ ഒരു കാര്യമല്ല. ഇതിന് തോന്നുന്ന സ്ഥലത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് തോന്നുന്ന സ്ഥലത്തേക്കല്ല, നമുക്ക് വെടിയേക്കേണ്ട സ്ഥലത്തേക്കല്ല ഇത് വെടിയേക്കുക. ഇതിന് തോന്നുന്ന സ്ഥലത്തേക്ക് എല്ലായിടത്തും ഇത് വെടിയേക്കും. ഇതിൻ്റെ കിട്ടുക ആ കൊല്ലോടെ പിന്നെ കൊന്നിട്ടേ ഇറങ്ങുള്ളൂ. കൊല്ലോടെ തന്നെ കൊല്ലും, ഓടി നടന്ന് കൊല്ലും, ചാടി നടന്ന് കൊല്ലും. ബ്രോ സഹായിക്ക്. ഓ ഇത് ഡാമേജ് നല്ല പോണ്ട്, നല്ല പോണ്ട്. ചത്തിരുന്നു നമ്മളതിന് വീഴാൻ പാടില്ല. എനിക്ക് ഇതുവരെ കൊല്ലാതാണ് തോന്നുന്നത്, പക്ഷെ അല്ല കേസ്. അവൻ്റെ കയ്കൾ നമുക്ക് തകർത്താക്കിയാലോ ബ്രോ? GTA എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കുന്നുണ്ടാവും. എൻ്റെ പിന്നാലെ വേറെ, എൻ്റെ പിന്നാലെ വേറെ ഓടുന്നു. രണ്ടാളുടെ പിന്നാലെ ഒന്നും തന്നെ ഓടുന്നത്. GTA ബ്രോ വേറെ ഓട്. ഹെഡ്ഷോട്ട് അടിച്ചു, ഞാൻ ഹെഡ്ഷോട്ട് അടിക്കുന്നു ഗൈസ്. ഹെഡ്ഷോട്ട് അടിച്ചിട്ട് കാര്യമില്ല, ഒന്ന് ലെഗ് ഷോട്ട് അടിക്കണം. ലെഗ് ഷോട്ട് രണ്ടെണ്ണം കൊണ്ട് ഗൈസ്. ലെഗ് ഷോട്ട് ഒന്നും കൂടി കൊണ്ട്. പിന്നെ എൻ്റെ ഹെൽത്ത് ഗൈസ്, എൻ്റെ ടോർച്ച് മിസ് ചെയ്തുള്ള ഇത് കണ്ടില്ലേ, അത് അവൻ്റെ ഒരു ലെഗ് ബ്രോക്കണായിട്ട് നമുക്ക് നമ്മൾ ലോഞ്ച് ചെയ്യുക. അതാ കൊന്നു ഗൈസ്. നല്ല ആടാണ്, കാണുന്ന പോലെ ഒന്നുമല്ല, നല്ല ആടാണ്. ഓക്കെ നമുക്ക് വീണ്ടും ട്രൈ ഉണ്ട്. ഓക്കെ അപ്പം പിന്നെ കുഴപ്പമില്ല, ഇങ്ങനെ കൊന്നിരിക്കും. അങ്ങനെ തന്നെ ലേസർ മാറി കൊടുക്കട്ടോ. ഹെഡ്ഷോട്ട്. വാവ്, അതിൻ്റെ ഹെൽത്ത് കുറയില്ലേ, നല്ല കുറയുള്ളൂ ഗൈസ്. നല്ല വില കുറയുള്ളൂ. അത് നല്ല സെൽഫ് ലോഞ്ച് ചെയ്യാൻ പറ്റും. കാണിച്ചിട്ടെ ലോഞ്ചിപ്പോൾ പറ്റില്ലേ നേരത്തെ? അതാ കണ്ടല്ലേ, ആ ലെഗ് മാറ്റണ്ടല്ലേ. അല്ല ഒരു ലെഗും കൂടി പൊട്ടി. അതൊക്കെ ഞാൻ അറിഞ്ഞില്ല. നല്ലോണം പഠിപ്പിച്ച് വിടണം കേസ്. നമ്മൾ ഒരു ലെഗ് ദൂരെ പൊട്ടിക്കെടുക്കേ. മിസ്റ്റർ ഫണ്ണീസ് ടോയ് ഷോപ്പ് എങ്ങനെയൊക്കെയാണ് മിസ്റ്റർ ഫണ്ണി വേണ്ട, മിസ്റ്റർ സാഡ് വേണ്ട. എനിക്ക് എൻ്റെ വീട്ടിൽ പോയാൽ മതിയായിരുന്നു. ഇല്ല, ജസ്റ്റ് മിസ് ചത്തിരുന്നു. ഫ്രണ്ടിലൊന്നുമില്ല, ഫ്രണ്ടിൽ നല്ല എക്സസൈസ് കുഴപ്പമില്ല. ഹെഡ് ഷോട്ട്. ബോ മാസ്റ്റേഴ്സിൽ ഞാൻ കുറേ ഹെഡ് ഷോട്ട് അടിച്ചുള്ളൂ, എന്നോട് കളിക്കണ്ട. ഇത് ബോ മാസ്റ്റേഴ്സ് ഇല്ല. കറിയാ മതി ഈ എന്നെ ഇവിടുത്തെ രാജ്യം. ഓക്കെ ഇതല്ലാണ്ട് വാപ്പ വന്നാൽ ഇന്നെ തടയാൻ പറ്റില്ലടാ. കൂടാ ഏപ്രിൽ ഫൂൾ പറ്റിച്ചേ. എന്നെ തടയാൻ ആർക്കും പറ്റില്ല എന്നൊക്കറിയാം, കൊണ്ട് എന്നെ ഏപ്രിൽ ഫൂൾ ആക്കാൻ പറ്റില്ല. എന്നെ തടയാൻ ആർക്കും പറ്റില്ലടാ, എനിക്ക് മാത്രമേ പറ്റുള്ളൂ.
കേസിപ്പിത്തെ റോക്കി വയ്യ നിക്കടാ അവിടെ കൊല്ലോടാ തന്നെ ഇവിടെ ഓളിയിടിച്ച് കൊല്ലോടാ. എത്ര നേരം ഓടിയാലും കൊന്നിട്ട് ഞാൻ അവിടുന്ന് പുറത്ത് പോകും. കൊല്ലാണ്ടില്ല വെറുതെ ഇവിടുന്ന് വെച്ചാൽ ഞാനങ്ങനെ പോകും. എന്നാലൊരു വൈകി കിട്ടണമെങ്കിൽ എന്നെ കൊന്നിട്ട് പോകണ്ട കിട്ടുള്ളൂ. ആ സുഖം അതിൻ്റെ ഫുള്ള് ലെഗ് ഷോട്ട് എടുക്കാം. ഒരു ലെഗ് കൂടി ഇനി 2 ലെഗ് കൂടി തകർക്കാണ്ട് കേസ്. അതുകൂടി കഴിഞ്ഞാൽ അവന് നടക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. കേസ് ഡിഫീറ്റ് ചെയ്യുക. ലേസറിൻ്റെ അത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പെട്ടെന്ന് ഒന്നുകൂടി ടിക്ക് വേഗം കുറച്ചും കൂടി കേസ് അവൻ്റെ ഹെൽത്ത് ചത്തില്ല. ഇവിടെ നിന്ന് തന്നെ വെട്ടിക്കാം. കുറച്ച് ഡിസ്റ്റൻസ് അല്ലേ. ഒന്നും കൂടി ഒന്നടാ ശ്രദ്ധിക്കാൻ പോവാം. ഉറക്കട ചിട്ടി ഇവിടെ നമുക്ക് ജമ്പ് സ്പീഡ് പാത്ത് എന്താണ് പോത്തു ഇവിടെ കളറൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് തമിഴ് ഇവിടെ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ചാടി ഇത്ര ആയിട്ട് മറന്ന് ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് ആടാം. ഗൈസ് ഇത്രയുള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ. നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ അതായിരിക്കും ടാറ്റ ഗുഡ് ബൈ.